നമുക്കിവിടെ ഒരു ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കാണാം. അത് ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈലൻസറൊക്കെ അത്യാവശ്യം ക്രോമിയം ആയിട്ടുള്ള ഒരു ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. പിന്നെ നമുക്ക് ഫ്രണ്ട് ഫുഡ് റെസ്റ്റും ബാക്ക് ഫുഡ് റെസ്റ്റും ഒക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് പറയാൻ 165 ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു മോശം റോഡിൽ കൂടെ ഒക്കെ വണ്ടി ഞാൻ യൂസ് ചെയ്ത് നോക്കി. അടിയും ഭാഗങ്ങളൊന്നും കാര്യങ്ങളൊന്നും തട്ടുന്നില്ല. കുറച്ചൊന്ന് ഹെവിയാണ് വണ്ടി എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് എളുപ്പമാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ CB 350യുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. നല്ലൊരു കംഫർട്ട് വരുന്നൊരു സസ്പെൻഷൻ കൂടിയാണ് ഈ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് ബ്രേക്സിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് 240 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ നമുക്ക് ലഭ്യമാകുമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നിസിന്റെ കാലിപ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സിംഗിൾ സിലിണ്ടർ ആണ് ഇതിനകത്ത് ബാക്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന കാലിപ്പർ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള